നമസ്കാരം. കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ടാണ്. സ്വാഗതം സർ. നമസ്കാരം. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ് വിവാഹമോചനം അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വിവാഹമോചനം? ഇതിന്റെ ഒരു കാരണം എന്തായിരിക്കും സർ? വിവാഹമോചനങ്ങളുടെ എണ്ണം പറഞ്ഞാൽ 41% ആളുകൾ വിവാഹമോചനത്തിലേക്ക് പോകുന്നു എന്നാണ്. ആദ്യത്തെ 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 9% വരുന്നു എന്നൊക്കെയാണ് ഇടയ്ക്ക് കണക്ക് കണ്ടത്. പക്ഷേ എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടുവരികയാണ്. പക്ഷെ ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ യഥാർത്ഥ കാരണം ഒന്ന് തെറ്റിദ്ധാരണയാണ്, 2 മൂന്നാമതൊരാളുടെ ഇടപെടൽ, പിന്നെ അതിവൈകാര്യത. ഈ 3 കാര്യം കൂടെ ചേർന്നിട്ടാണ് ചെറിയൊരു പ്രശ്നം വഷളാക്കുന്നത്. മനസ്സിലായോ? ചെറിയൊരു കശപിശയായിരിക്കും, അത് വേറൊരാളോട് പറഞ്ഞു, അയാൾ അങ്ങ് പൊലിപ്പിച്ച് ഇതിങ്ങനെ പറഞ്ഞ് അത് പങ്കാളിയോടൊക്കെ പറഞ്ഞ് അതങ്ങ് പ്രതികൂലമാവും. അപ്പോൾ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയത്തില്ല. ഇതിങ്ങനെ പറഞ്ഞു വലുതാക്കി ഇത് കുഴപ്പത്തിലേക്കൊക്കെ കൊണ്ടുപോവാണ്. അപ്പോൾ വേറൊരു കാര്യമുള്ളത്, ബന്ധം ഉലയ്ക്കുന്നത് ഈ വാക്ക് തർക്കങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ വാക്ക് തർക്കം തുടങ്ങുന്നത് എവിടുന്നാ? വാക്ക് തർക്കം പ്രശ്നമാകുന്നത് മോശം പദങ്ങൾ ഉപയോഗിക്കുന്നതാണ്. മോശം പദങ്ങൾ ഉപയോഗിച്ചോ നമ്മുടെ സന്തോഷം പോകും. നമ്മുടെ പങ്കാളിയുടെ ഒരു മോശം പദം നമ്മൾ കേട്ടാലോ നമുക്ക് സന്തോഷം പോകും. അപ്പോൾ സന്തോഷം പോകുമ്പം ഇതുവരെ സ്നേഹത്തിലിരുന്നവർ ബദ്ധശത്രുക്കളാവും. പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? പിന്നെ അയാളെ എങ്ങനെ തൻ്റെ വരുതിയിൽ വരുത്താം? അപ്പോൾ പിന്നെ ഒന്നും ഉൾക്കൊള്ളത്തില്ല. ആ ആൾ പറയുന്നത് ഒന്നും ഉൾക്കൊള്ളത്തില്ല. ഇനി എത്ര കൗൺസിലിങ്ങിന് പോയാലും അത് ഉൾക്കൊള്ളത്തില്ല. ബദ്ധശത്രുവിനെ എങ്ങനെ വഴിയിൽ വരുത്താം, അതിന് നിയമപരമായ പല വഴികളും അവർ നോക്കിക്കൊണ്ടുപോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പങ്കാളിയെയും ആ പ്രശ്നത്തെയും ശരിയായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കളുടെ ഭാവിയൊക്കെ ഓർത്ത് ഈ കാര്യങ്ങളെ ശരിയായിട്ടൊന്ന് വിചിന്തനം ചെയ്ത്, അല്ലെങ്കിൽ നല്ലൊരു ഒരു 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 ഫാമിലി കൗൺസിലറോട് സംസാരിച്ചാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും. ചാടിപ്പുറപ്പെട്ട് അത് ഡൈവോഴ്സിലേക്ക് പോകാതെ അതിനു മുമ്പ് തൻ്റെ ഭാഗത്ത് എന്താണ് കുറ്റം, തൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞാൽ ഒരു പ്രശ്നവും പ്രശ്നമാകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ സന്തോഷം സർ.